എന്ന് രൂപകാർത്ഥത്തിൽ മനസ്സിലാക്കുന്ന ആദമാണോ ഈ 60 ലക്ഷം വർഷം കൊണ്ട് ഉണ്ടായത്? അതിന് രൂപകാർത്ഥത്തിൽ തന്നെ കണ്ടേച്ചാൽ മതി. ബൈബിളിൽ പറയുന്നത് ആദത്തെ എന്ന് പറയുന്നു. ചിലർ ഇതിനോട് വിയോജിക്കുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഈ വില്യം ലെയ്ൻ ക്രെയ്ഗ്, അദ്ദേഹം ഹിസ്റ്റോറിക്കൽ ഫിഗർ ആണ് എന്ന് പറയുന്ന ചിന്താഗതികളും ഉണ്ട്. പക്ഷെ കത്തോലിക്ക ബൈബിൾ വിജ്ഞാനിയും ഇന്ന് ആ രീതിയിലല്ല, ആളുടെ ഹിസ്റ്റോറിക്കൽ ഫിഗർ ആയിട്ട് കണക്കാക്കുന്നില്ല. അതായത് ദൈവത്തിന്റെ നാമമല്ല, അങ്ങനെയാണെങ്കിൽ അത് ദൈവമാണ്. ഞാൻ ആ പേരൊക്കെ വിട്ടു. അതല്ല വിഷയം. കാട് കയറി പോകാതെ, വൈൽഡായിട്ട് ഓരോ ഇതിലേക്ക് പോകാതെ, എനിക്ക് മാത്തുക്കുട്ടിയോടുള്ള ചോദ്യം ഇതാണ്. ഞങ്ങള് പറയുന്നു യഹോവ പിശാചാണ്. മാത്തുക്കുട്ടി എഗ്രി ചെയ്യുന്നുണ്ടോ? അത്രേ ഉള്ളൂ. കറക്റ്റാ. മാത്തുക്കുട്ടി എഗ്രി ആയിട്ട് പോകും. ആദവും ഹവ്വയും ഹിസ്റ്റോറിക്കൽ പേഴ്സൺ അല്ല എന്ന് പബ്ലിക്കായിട്ട് ഒരു മടിയും കൂടാതെ പറയുന്നവൻ, കത്തോലിക്ക സഭയുടെ ജന്മഭാവത്തെ കുറിച്ചുള്ള ഡോഗ്മാറ്റിക് തിയോളജിയെ തള്ളുന്ന വ്യക്തി, ബാബിലോൺ ആ പ്രവാസകാലത്ത് യഹൂദർക്ക് യഹോവയിലുള്ള വിശ്വാസം നിലനിർത്താൻ വേണ്ടി യഹൂദ റബിമാർ അന്നത്തെ നാടോടി കഥയിൽ നിന്ന് ഉണ്ടാക്കിയതാണ്, വെറും മിത്തായ കഥകളിൽ നിന്ന് ഉണ്ടാക്കിയതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ 1 മുതൽ 7 വരെ അധ്യായങ്ങൾ എന്ന് പഠിപ്പിക്കുന്ന ഈ വൈദികൻ യഥാർത്ഥത്തിൽ കത്തോലിക്ക വിശ്വാസിയാണോ? നശിച്ചു പോയ ഒരു യൂദാസാണ്. കത്തോലിക്ക സഭയുടെ വൈദികൻ എന്ന നിലയിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് സഭയ്ക്കുള്ളിൽ പൈശാചികതയുടെ ലിബറൽ തിയോളജിയുടെ വിഷം കലർത്തുന്ന ഒരു കടുത്ത പിശാചാണോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ട പ്രിയപ്പെട്ട സഹോദരന്മാരെ. കോണത്തിലൊരു ബൈബിളും. സജി ബ്രദറെ, ബൈബിൾ എന്നൊരു വാക്കിന് മിണ്ടി പോകരുത് പറഞ്ഞേക്കാം. അതെ അതെ, ബൈബിൾ എന്നൊരു വാക്ക് വേണ്ടി പോയത് കീറി കക്കൂസിലിട്ട് ഫ്ലഷ് അടിച്ചു വിടാനുള്ള സാധനമാണ്. ഇന്നലെയും കഴിഞ്ഞ ദിവസത്തെ റൂമിലും മോഡറേറ്റർ ആയിരുന്ന അഗസ്റ്റിൻ പാംപ്ലാനിയും ഈ വ്യക്തിയും മോഡറേറ്റർ ആയിരുന്ന ഇവന്റെ സംസ്കാരത്തിലെ ഒരു സാമ്പിൾ നിങ്ങളൊന്ന് കേട്ടു. നിന്നെ പോലെയുള്ള പനപൂർവം വന്നേക്കാണ്. പല ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിലും പ്രമുഖ സ്ഥാനങ്ങൾ വഹിക്കുന്ന ഒരു വ്യക്തി. ഇപ്പോഴാണോന്നറിയില്ല, അടുത്ത കാലം വരെ എറണാകുളത്തെ ലിറ്റിൽ ഫ്ലവർ മേജർ സെമിനാരിയിലെ റെക്ടറായ വ്യക്തി. അതിനേക്കാളെല്ലാം ഉപരി ഇന്ന് സീറോ മലബാർ സഭയിൽ രണ്ടാമനായി മാറിയിരിക്കുന്ന തട്ടിൽ പിതാവിൻ്റെ വികാരി ആയ ഫാദർ ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയുടെ അനിയൻ എന്നൊക്കെ നിലയിൽ വളരെ പ്രമുഖനായ ഒരു വൈദികനെതിരെയാണ് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ കമ്പാനിയൻ ആരംഭിക്കുന്നത്. ഈ വ്യക്തി യഥാർത്ഥത്തിൽ കത്തോലിക്ക സഭയെ നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന, കത്തോലിക്ക സഭയുടെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറിയിരിക്കുന്ന, അല്ലെങ്കിൽ കത്തോലിക്കനായി ക്രിസ്തുവിൻ്റെ കൂടെ യാത്ര ചെയ്ത് അവസാനം ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത ഒരു യൂദാസിനെ പോലെ, ഒരു കടുത്ത യൂദാസായി ഫാദർ അഗസ്റ്റിൻ പാംപ്ലാനി മാറിയെന്ന് വളരെ ദുഃഖത്തോടെ കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ ഞാൻ സംശയിച്ചതാണ്. എന്നാൽ ഒന്ന്, ഒരു കത്തോലിക്ക വൈദികനാണ്, വളരെ പ്രമുഖനാണ്, ജോസഫ് പാംപ്ലാനി പിതാവിൻ്റെ അനിയനാണ്. മറ്റനേകം കാര്യങ്ങളാൽ ദൈവം എനിക്ക് വ്യക്തമായ ഇൻസ്പിറേഷൻ, കാര്യത്തിൽ വ്യക്തത, ബുദ്ധിയിൽ ബോധ്യമായെങ്കിലും ആത്മാവിൽ ബോധ്യം വരികയും ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഈ വ്യക്തിക്കെതിരെ ശക്തമായ സോഷ്യൽ മീഡിയ കമ്പാനിയൻ ആരംഭിക്കാതിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിന് സമയമായി എന്ന് ഞാൻ കരുതുന്നു. തെളിവുകളിലൂടെ, വസ്തുതകളിലൂടെ എങ്ങനെയാണ് അഗസ്റ്റിൻ പാംപ്ലാനി സഭയെ ഒറ്റിക്കൊടുക്കുന്നത്, സഭയെ ഉറകെടുത്തി കളയുന്നതെന്നാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഫാദർ അഗസ്റ്റിൻ പാംപ്ലാനിയെ നിങ്ങളെല്ലാം സൂക്ഷിക്കുക. സഭയിൽ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ തട്ടിൽ പിതാവിൻ്റെ വികാരിയൊക്കെ ആയിരിക്കുമ്പോൾ സീറോ സഭയിൽ വലിയ സ്വാധീനം അഗസ്റ്റിൻ പാംപ്ലാനിക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സഭയെ ഉറകെടുത്തി കളയുന്ന, സഭയെ ലിബറൽ തിയോളജിയുടെ തെറ്റായ കാഴ്ചപ്പാടുകളിലേക്ക് നയിക്കുന്ന, സഭയെ തന്നെ നശിപ്പിച്ചു കളയാൻ ശേഷിയുള്ള ഒരു വലിയ യൂദാസായി അഗസ്റ്റിൻ പാംപ്ലാനി മാറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും പ്രതീകമാണ് ഈ വ്യക്തി എന്നും കൂടെ ഞാൻ ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ അല്ല, നിരവധി വീഡിയോയിലൂടെ സഭയിലെ വിശ്വാസികളെ അഗസ്റ്റിൻ പാംപ്ലാനി എന്ന ഈ വ്യക്തിയെ തുറന്നു കാണിക്കാനായിട്ട് ഞാൻ ശ്രമിക്കും. നിങ്ങൾക്ക്
പരിശുദ്ധാത്മാവിൽ നിങ്ങൾ അത് വിവേചിക്കുകയും അതിലെ ശരിയും തെറ്റിയും വേർതിരിച്ചറിഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുക. നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. പ്രിയപ്പെട്ട പിതാവായ ദൈവമേ, സ്നേഹസമ്പന്നനായ ദൈവമേ, കത്തോലിക്ക സഭയിലെ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിലാണെന്ന് ഞാൻ കരുതുന്നു, ഒരു കോൺഗ്രിഗേഷനിലെ അംഗവും വളരെ പ്രമുഖനും പണ്ഡിതനും ജ്ഞാനിയുമൊക്കെയായ ഫാദർ അഗസ്റ്റിൻ പാംപ്ലാനിക്കെതിരെ അതിശക്തമായ ഭാഷയിൽ വസ്തുതകൾ പറഞ്ഞുകൊണ്ട് വിമർശനങ്ങളും തുറന്നു കാണിക്കലും ഞാൻ ആരംഭിക്കുകയാണ്. ദൈവം ആഗ്രഹിക്കാത്തൊരു വാക്കുപോലും എൻ്റെ വീഡിയോകളിലൂടെ പുറത്തു വരാതിരിക്കാൻ, ദൈവം ആഗ്രഹിക്കുന്ന അർത്ഥത്തിൽ മാത്രം, പിതാവായ ദൈവമേ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ മാത്രം ഈ വീഡിയോ കാണുന്നവർ സത്യം അഗസ്റ്റിൻ പാംപ്ലാനിനെ കുറിച്ചുള്ള എൻ്റെ നിരീക്ഷണങ്ങളിലുള്ള സത്യം തിരിച്ചറിയുവാനും പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ മാത്രം കാര്യങ്ങൾ മനസ്സിലാക്കി സഭയിലെ യൂദാസുമാരെയും പ്രത്യേകിച്ച് അഗസ്റ്റിൻ പാംപ്ലാനി അച്ഛനിലൂടെ പ്രവർത്തിക്കുന്ന ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ആത്മാവിനെ തിരിച്ചറിയുവാനും ഇടവരുത്തട്ടെ. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളിൽപ്പെട്ട് നശിച്ചു പോകാൻ ആത്മാക്കൾ, കത്തോലിക്ക സഭയിലെ ആത്മാക്കൾ ഇടയാകാതിരിക്കട്ടെ. പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിലേക്കുള്ള അഗസ്റ്റിൻ പാംപ്ലാനിയുടെ ആശയങ്ങളിലൂടെ സാത്താൻ്റെ പ്രവേശനത്തെ തടയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ലിറ്റിൽ ഫ്ലവർ കോൺഗ്രിഗേഷനെ, അദ്ദേഹം അംഗമായിരിക്കുന്ന ലിറ്റിൽ ഫ്ലവർ കോൺഗ്രിഗേഷനെയും അദ്ദേഹം പഠിപ്പിക്കുന്ന സെമിനാരി വിദ്യാർത്ഥികളെയും ഒക്കെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി പിതാവായ ദൈവമേ അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അദ്ദേഹത്തിൽ അഗസ്റ്റിൻ പാംപ്ലാനി അച്ഛനിലൂടെ പ്രവർത്തിക്കുന്ന ആൻറ്റി ക്രൈസ്റ്റിൻ്റെ അരൂപി സഭയിലെ വൈദിക വിദ്യാർത്ഥികളെ സ്വാധീനിക്കാതിരിക്കാൻ ശക്തമായ ഇടപെടൽ ഉണ്ടാകണമേ, പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ ഉണ്ടാകണമേ എന്നും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടാകട്ടെ. സകല മഹത്വവും അങ്ങേയ്ക്കായി തീരട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. CCC 675 ക്രിസ്തുവിനെ രണ്ടാം വരവിന് മുമ്പ് സഭ അന്ധപരീക്ഷത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. അത് പല വിശ്വാസത്തെ പിടിച്ചു കുലുക്കും. ഭൂമിയിലുള്ള അവരുടെ തീർത്ഥാടനത്തോട് കൂടി പീഡനം തിന്മയുടെ രഹസ്യത്തെ ഒഴിവാക്കും. മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പ്രത്യക്ഷമായൊരു പരിഹാര മാർഗം മനുഷ്യർക്ക് വാഗ്ദാനം ചെയ്യുന്ന മതപരമായ വഞ്ചനയുടെ രൂപത്തിലായിരിക്കും അത്. സത്യത്തെ പരിചരിക്കുക എന്ന വില അത് നൽകേണ്ടി വരും. അപ്പോൾ ആൻറ്റിക്രൈസ്റ്റിൻ്റെ അരൂപി ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് അടുക്കും തോറും മതപരമായ വഞ്ചനയിലൂടെയാണ്. അഗസ്റ്റിൻ പാംപ്ലാനിയെ പോലെ മറ്റേതെങ്കിലും ബിഷപ്പിനെ പോലെ യഥാർത്ഥത്തിൽ സഭയുടെ വിശ്വാസമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക. അങ്ങനെയാണോ? അഗസ്റ്റിൻ പാംപ്ലാനി നിരവധി ആർഗ്യുമെൻറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ അഗസ്റ്റിൻ പാംപ്ലാനിക്കെതിരെയുള്ള ഈ വീഡിയോ പരമ്പര കുറച്ച് നാളത്തേക്ക്, ദൈവം അനുവദിക്കുന്ന കാലത്തോളം നിരവധി വീഡിയോകളിലാണ് വരുന്നത്. അപ്പോൾ ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇടപെട്ടത് ഏതൊക്കെ രീതിയിലാണ് സഭയെയും സഭയുടെ അടിസ്ഥാന വിശ്വാസങ്ങളെയും ഡോക്മകളെയും തള്ളിക്കളഞ്ഞിരിക്കുന്നതെന്നും ഒക്കെ ഞാൻ നിങ്ങളോട് പറയും. ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ ഒക്കെ നിർത്തി, അത് 100-500 പേരൊക്കെ കണ്ട് ആ ഒരു വിഷയം എടുത്ത് അതങ്ങ് അവസാനിപ്പിച്ചാണ്. ഇതങ്ങനെയല്ല. ഇത് വളരെ വ്യക്തമായിട്ട് ഒരു സുവിശേഷ വേലയ്ക്ക് വേണ്ടി പരസ്യം കൊടുക്കുന്ന രീതിയിൽ തന്നെ ഞാൻ അതിശക്തമായ രീതിയിൽ ഈ സോഷ്യൽ മീഡിയ കമ്പാനിയൻ അഗസ്റ്റിൻ പാംപ്ലാനി എന്ന ഈ വൈദികനെതിരെ ഞാൻ ആരംഭിക്കുകയാണ്. അപ്പം നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ക്ലിപ്പ് കേട്ടുകളെ. അപ്പം നിങ്ങളിവിടെ കേൾക്കുന്നത് അഗസ്റ്റിൻ പാംപ്ലാനി അച്ഛൻ കത്തോലിക്ക ഡോമിക്കെതിരെ പഠിപ്പിക്കുന്നു, KCPC ദയവായി ഇടപെടണം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ എത്ര നാൾ മുമ്പാണ്, ഒരു 2 വർഷം മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആണ്. അടിസ്ഥാനപരമായ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന രീതിയിലാണ് എല്ലാ ക്രിസ്ത്യാനികളും, പ്രൊട്ടസ്റ്റൻ്റെന്നോ കത്തോലിക്കരെന്നോ ഉള്ളത് ബേസിക്കായി എല്ലാ ക്രിസ്ത്യാനികൾക്കും യോജിപ്പുള്ള, എന്നാൽ കത്തോലിക്ക സഭ ഡോഗ്മാറ്റിക്കായിട്ട് ഡെഫിനിറ്റീവായിട്ട് പറഞ്ഞിട്ടുള്ള, CCCയിലൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള ചില ആശയങ്ങളുടെ അടിത്തറ തന്നെ ഇളക്കുന്ന രീതിയിൽ കത്തോലിക്ക സഭയുടെ പഠനമാണെന്നുള്ള രീതിയിൽ അഗസ്റ്റിൻ പാംപ്ലാനി അവതരിപ്പിക്കുന്ന ഒരു വിഷയത്തെ മാത്രം ഞാൻ അഡ്രസ്സ് ചെയ്തൊരു വീഡിയോ ചെയ്തു. ഞാനത് അവിടെ നിർത്തി. കാരണം എന്താണ്? ഈ വൈദികൻ നന്നാകും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ്. പക്ഷേ ഈ വൈദികൻ ഓരോ ദിവസം കഴിയുന്തോറും ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഏറ്റവും തൻ്റെ തിരുവസ്ത്രത്തിൻ്റെയും കത്തോലിക്ക സഭയിലെ ഒരു വൈദികൻ എന്ന നിലയിൽ കാണിക്കേണ്ട ഡിഗ്നിറ്റിയുടെയും റെസ്പെക്റ്റിൻ്റെയും തലം കടന്ന് ഏറ്റവും ദുർമാതൃകയും
നികൃഷ്ടനുമായി മാറുന്നതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ, ഈ വീഡിയോയിലൂടെയല്ല, ഇന്നിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. എങ്കിലും ഇത് മാത്രമല്ല, പല വിഷയങ്ങളുണ്ട്, ഓരോന്നായി നമ്മൾ പറയും. ഇതൊരു പ്രധാനപ്പെട്ട വീഡിയോയുടെ തുടക്കം, ആമുഖ വീഡിയോ ആയതുകൊണ്ടാണ് ഞാനൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളെ കേൾപ്പിച്ചു തരാം. കേട്ടോളൂ. നമുക്ക് കേൾക്കാം. അവരത് പിൻവലിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ഇത് സൂക്ഷിച്ചിട്ടുണ്ട്. പറയുന്ന രൂപകാർത്ഥത്തിൽ മനസ്സിലാക്കുന്ന ആദമാണോ ഈ 60 ലക്ഷം വർഷം മുൻപ് ഉണ്ടായത്? അതിന് രൂപകാർത്ഥത്തിൽ തന്നെ കണ്ടേച്ചാൽ മതി. ബൈബിളിൽ പറയുന്നത് ആദത്തെ എന്ന് പറയും. ചിലർ ഇതിനോട് വിയോജിക്കുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഈ വില്യം ലെയ്ൻ ക്രെയ്ഗ്, അദ്ദേഹം ഹിസ്റ്റോറിക്കൽ ഫിഗർ ആണ് എന്ന് പറയുന്ന ചിന്താഗതികളുമുണ്ട്. പക്ഷെ കത്തോലിക്ക ബൈബിൾ വിജ്ഞാനിയും ഇന്ന് ആ രീതിയിലല്ല, ആദ്യത്തെ ഹിസ്റ്റോറിക്കൽ ഫിഗർ ആയിട്ട് കണക്കാക്കുന്നില്ല. കണ്ടോ, വളരെ കൃത്യമായി കത്തോലിക്ക സഭയുടെ തെറ്റാവരമുള്ള ഇൻഫാമബിലിറ്റിയുള്ള നിരവധി ഡോക്യുമെന്റുകളിൽ CCCയിലുമൊക്കെ വളരെ കൃത്യമായിട്ട് ആദം ഒരു ഹിസ്റ്റോറിക്കൽ പേഴ്സൺ ആണെന്നും ആദവും അവയും ചെയ്ത ഒറ്റ ജോഡി വ്യക്തികൾ ചെയ്ത പാപത്തിൽ നിന്നാണ് ഒറിജിനൽ സിൻ വന്നതെന്നൊക്കെ വളരെ കൃത്യമായി സഭയുടെ ആധികാരികമായ ചാക്രിക ലേഖനങ്ങളുടെയും ഒക്കെ പഠിപ്പിക്കുമ്പോൾ അഗസ്റ്റിൻ പാംപ്ലാനി എന്ന വ്യക്തി ആദം ഒരു ഹിസ്റ്റോറിക്കൽ ഫിഗർ അല്ല എന്ന് അന്നാണ് കത്തോലിക്ക വിജ്ഞാനിയും പഠിപ്പിക്കുന്നത് എന്നൊക്കെ ആളുകളെ പറഞ്ഞ് പറ്റിക്കുകയാണ്. കത്തോലിക്ക വിജ്ഞാനിയം എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പ്രബോധനമാണ്. കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പ്രബോധനം എവിടേക്കാണ് വരുന്നത്? സഭയുടെ ചാക്രിക ലേഖനങ്ങൾ, കോർട്ട് ശുശ്രൂഷകൾ, കൗൺസിൽ രേഖകൾ, മാർപ്പാപ്പ ആഗോളമായി കത്തോലിക്ക സഭ വിശ്വാസികളെ ധാർമ്മികവും വിശ്വാസവുമായി പഠിപ്പിക്കുന്ന രേഖകൾ, ഇതൊക്കെയാണ്. കത്തോലിക്ക വിജ്ഞാനം എന്നും പറഞ്ഞ് നിരവധി വിജ്ഞാനങ്ങളുണ്ടാവും. അപ്പം ഇത് വളരെ അപകടകരമായ, ഒരു കത്തോലിക്ക വൈദികൻ ആദം ഒരു ഹിസ്റ്റോറിക്കൽ പേഴ്സൺ അല്ല എന്ന് പറഞ്ഞാൽ ഏകദേശം വളരെ വ്യക്തമായ ഫണ്ടമെൻ്റൽ വിശ്വാസ സത്യങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്, തള്ളുന്നത്. എന്നിട്ട് അതിന് പകരം കുറേ വളച്ചൊടിച്ച കുറേ നറേഷനുകൾ ബിൽഡ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ടീച്ചിങ്ങുകൾ ഓരോ പാർട്ടായിട്ട് ചെറിയ വീഡിയോകളായിട്ട് വ്യക്തമായി നമ്മൾ ഇനി അഡ്രസ്സ് ചെയ്യും. അപ്പോൾ ഞാനൊരു സാമ്പിൾ നിങ്ങളെ കാണിച്ചതാണ്. ഇന്ന് ഈ വീഡിയോയുമായി വരാനുള്ള കാരണത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ അഗസ്റ്റിൻ പാംപ്ലാനി എന്ന് പറയുന്ന വ്യക്തി വളരെ അപകടകാരിയായ ഒരു വ്യക്തിയാണ്, എനിക്കറിയാമായിരുന്നു. എങ്കിലും ഒരു കത്തോലിക്ക വൈദികനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പം നമ്മൾ കാണിക്കേണ്ട ചില, നമ്മുടെ സഭയിലെ വൈദികനാവുമ്പം ചിലപ്പോൾ അത് മലന്ന് കടന്ന് തുപ്പുന്നതിന് തുല്യമാകുന്നത് കൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ അതിനകത്ത് ഇടപെടാൻ. അപ്പോൾ ഒന്ന്, നമുക്ക് ബുദ്ധിയിൽ നല്ല കൺവിക്ഷൻ വേണം. രണ്ട്, പരിശുദ്ധാത്മാവ് നമുക്ക് വ്യക്തമായ ഇൻസ്പിരേഷൻ, ബോധ്യം തരണം, ആത്മാവിൽ നിന്ന് തന്നെ. അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. ഏകദേശം 1-2-3 വർഷമായി എനിക്ക് ഈ വ്യക്തി അപകടകാരിയാണ് എന്നെനിക്ക് മനസ്സിലായിട്ട്. പക്ഷേ എനിക്ക് ഇതുപോലെ ശക്തമായ ഒരു വീഡിയോ ചെയ്യാൻ കാരണമായി തീർന്ന അതിന് ഉള്ള കാരണമാണ് ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ചില ക്ലിപ്പുകൾ, നിങ്ങൾ ഈ വീഡിയോ അഡൻസൊള്ളിയാണ്, പ്രായപൂർത്തിയായവർ മാത്രം കേൾക്കുക. നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ആണെങ്കിൽ ഒരു കാരണവശാലും കേൾക്കരുത്. നിങ്ങൾ കേൾക്കേണ്ടത് ബ്ലൂടൂത്ത് അല്ലെങ്കിൽ കൂഫി വെച്ചിട്ട് നിങ്ങൾ കേൾക്കാൻ പാടുള്ളൂ. കാരണം അഗസ്റ്റിൻ പാംപ്ലാനിയുടെ അന്നും വർഷങ്ങൾക്ക് മുമ്പും ഒക്കെ അഗസ്റ്റിൻ മാൻ ക്ലബ് ഹൗസ് എന്ന സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുന്നത് തികച്ചും സഭാവിരുദ്ധരും സഭയുടെ ഡോക്മകളെ വളരെ കൃത്യമായി വയലേറ്റ് രീതിയിൽ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പൈശാചിക ഗ്രൂപ്പിൻ്റെ ഡിസ്കഷൻ ലോഞ്ച് എന്ന് പറഞ്ഞ് സ്വന്തം പേരോ അഡ്രസ്സോ ഒന്നും ഉപയോഗിക്കാതെ വ്യാജ പേരിലിരുന്ന് കത്തോലിക്ക സഭയുടെ ദൈവത്തെ നിഷേധിക്കുന്ന, കത്തോലിക്ക സഭയുടെ ദൈവം പിശാചാണെന്ന് പറയുന്ന, എല്ലാ അർത്ഥത്തിലും നെറുകെട്ട രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗവും ആയിട്ടാണ് ഈ വ്യക്തി, ഒരു കത്തോലിക്ക വൈദികൻ, തൻ്റെ സ്ഥാനവും തൻ്റെ പട്ടവും തൻ്റെ തിരുവസ്ത്രവും ഒക്കെ മറന്ന് വന്നിരുന്ന് സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇയാൾക്ക് മുന്നറിയിപ്പ് ഞാൻ കൊടുത്തിട്ട് പോലും എത്ര ധാർഷ്ട്യത്തോടു കൂടിയാണ് ഇദ്ദേഹം പറയുന്നതെന്ന് കേൾക്കുന്നതിന് മുമ്പ്, പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ വീഡിയോകൾ ഒന്ന് കേൾക്കുക. അതായത് ദൈവത്തിന്റെ നാമമല്ല, അങ്ങനെയാണെങ്കിൽ ദൈവമാണ്. ഞാൻ ആ പേരൊക്കെ വിട്ടു. അതല്ല വിഷയം ചേച്ചി, അതല്ല വിഷയം. കാട് കയറി പോകാതെ, വയലന്റായിട്ട് ഓരോ ഇതിലേക്ക് പോകാതെ, എനിക്ക് മാത്തുക്കുട്ടിയോടുള്ള ചോദ്യം ഇതാണ്. ഞങ്ങൾ പറയുന്നു യഹോവ പിശാചാണ്. മാത്തുക്കുട്ടി എഗ്രി ചെയ്യുന്നുണ്ടോ? അത്രേ ഉള്ളൂ, കറക്റ്റാ. മാത്തുക്കുട്ടി എഗ്രി ചെയ്തിട്ട് പോക്കോ. നിങ്ങൾ ഈ കാണുന്നത്
ഇനി ഇത് അഗസ്റ്റിൻ പാംബ്ലാനി 2 ദിവസം മുമ്പ് ഘടികാരം എന്ന് പറയുന്ന ഇവരുടെ തന്നെ ഈ ഡിസ്കഷൻ ലോഞ്ച് എന്ന് പറഞ്ഞ ക്ലബ് ഹൗസ് ഗ്രൂപ്പിൻ്റെ ഭാഗമായ വർഷങ്ങളായിട്ട് ഇതൊരു 3-4 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സഭ കത്തോലിക്കരാണെന്ന് അവകാശപ്പെടുകയും എന്നാൽ കത്തോലിക്ക വിശ്വാസങ്ങൾക്കെതിരെ അടിസ്ഥാന വിശ്വാസം ക്രിസ്ത്യാനി വിശ്വാസങ്ങൾക്കെതിരെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യാജ ഗ്രൂപ്പിനെയാണ് യഹോവ പിശാചാണ് എന്ന് പറയുന്നതാണ് നിങ്ങളിവിടെ കേട്ടത്. യഹോവ എന്നോ യാഹു എന്നോ YHW എന്നൊക്കെ പറയുന്ന ഇതിനെ നിശിതമായി നിഷേധിക്കുന്ന പഴയ നിയമത്തിലെ ദൈവമല്ല പുതിയ നിയമത്തിലെ ദൈവം എന്ന് പ്രഖ്യാപിക്കുന്ന ഷിബു പീഡിക്കൽ എന്ന ബൈബിൾ ടോയ്ലറ്റ് ശിശുവാണെന്ന് ഡിക്ലെയർ ചെയ്ത അവൻ്റെ അനുയായികളായി രഹസ്യമായും പരസ്യമായും നേരിട്ടും അല്ലാതെയും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പരോക്ഷമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഈ ഗ്രൂപ്പിൻ്റെ ആളുകളാണ് ഇവർ. നിങ്ങളിവിടെ കേട്ടത് നിങ്ങളിപ്പം കാണുന്നത് സിബി സക്കറിയ എന്നാണ് പേര്. സിഫി എന്ന് ക്ലബ് ഹൗസിൽ പേരിട്ട് വരുന്ന സ്കറിയാനോ എന്ന് പേരിട്ട് വരുന്ന ഒരാളാണ് ഇതിൻ്റെ മെയിൻ മോഡറേറ്റർ. ഇവിടെ അഗസ്റ്റിൻ പാംബ്ലാനി ഈ 2 ദിവസം മുമ്പ് സംസാരിക്കുന്ന സമയത്ത് ആ റൂമിലിരുന്ന ആളുകളുടെ ഏകദേശം ഒരു ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് തരാം. ബിനോയ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നേരിട്ട് തുറന്നൊന്നും പറയില്ലെങ്കിലും വ്യക്തമായ ഷിബു പീഡിക്കലിൻ്റെ ആശയം ഹോൾഡ് ചെയ്യുന്നതാണ്. DUs ഈ ഡിസ്കഷൻ ലോഞ്ചിൻ്റെ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്. ഇവിടെ ഇരിക്കുന്ന റെജീന എന്ന് പറയുന്ന യഹോവ പിശാചാണെന്ന് പറയും കത്തോലിക്ക സഭയിലേക്ക് ബാപ്റ്റിസം സ്വീകരിച്ചെന്ന് പറയുന്ന ഷിബുവിൻ്റെ MR മോസ്റ്റ് എന്ന് പറയുന്നവൻ വളരെ കൃത്യമായി ഷിബുവിൻ്റെ ഏറ്റവും ശക്തമായ ഇവൻ്റെ യഥാർത്ഥ പേരല്ല ക്ലബ് ഹൗസ് പേരാണ് ഏറ്റവും ശക്തമായ അനുയായിയാണ്. ഇതാ സിഫി സക്കറിയാനോ ഈ നിങ്ങൾ ഈ മൗസ് ഞാൻ മൂവിയും കാണുന്ന സിഫി സക്കറിയാനൊക്കെ. ഇനി നമ്മളിവിടെ കേൾക്കാൻ പോകുന്നത് സിഫി സക്കറിയാനോടെ ചില സംസ്കാരങ്ങളാണ്. കേട്ടോളൂ. നീ എന്തിനാണ് ശ്രമിക്കുന്നത്? ഇവിടെ വന്നിട്ട് നീ നിന്റെ പെണ്ണുപിള്ള ഇവിടെ വന്ന് വിൽക്കാൻ ശ്രമിക്കുകയല്ലേടാ നാറി നാണമില്ലാത്തവനെ. ഒരു പാച്ചറാണ് അവനൊരു പാച്ചറാണ്. നീ എന്തിനാണ് ശ്രമിക്കുന്നത്? ഇവിടെ വന്നിട്ട് നീ കേറി വേണം നിന്നെ അങ്ങനെ വെറുതെ വിട്ടാകത്തില്ല. നിനക്ക് പറയാൻ അവസരമുണ്ട്. കേറി വേണം കേറി വേണം. നീ നിന്റെ സ്വഭാവം വിളിച്ചു പറഞ്ഞ കുഴപ്പമില്ല. എന്റെ ബുദ്ധി എങ്ങനെയാ തീരുന്നത്? ഞാൻ എന്റെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ IPCയുടെ സെൻട്രൽ അപ്പോൾ ഇത് ഒരു പെന്തക്കോസ്തുകാരനോട് ഈ സിഫി സക്കറിയാനോ എന്ന് പറയുന്ന വ്യക്തി പറയുന്ന കാര്യങ്ങളാണ്. ഇനി ഞാൻ നമ്മുടെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ കേൾപ്പിക്കുന്നതിന് നമുക്കൊത്തിരി പരിമിതിയുണ്ട്. അതായത് ദൈവത്തിന്റെ നാമമല്ല അങ്ങനെയാണ്. കണ്ടോ, ആദം എന്ന് പറയുന്നവൻ ഈ ഗ്രൂപ്പിൻ്റെ മറ്റൊരു ലീഡറാണ്. ശരിക്കും ഈ ഗ്രൂപ്പ് ഒരു നിരീശ്വരവാദിയും വളരെ വ്യക്തമായത് YHWH ഇനി യഹോവ ഇവരെടുക്കുന്ന ഒരു ടാക്ടിക്സ് ആണ് യഹോവ ഞങ്ങളുടെ ദൈവമല്ല. അപ്പം കത്തോലിക്ക സഭയുടെ CCC YHWH എന്ന് വ്യക്തമായി പറഞ്ഞ് യാഹോ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവൻ പറയാണ് നാമമല്ല എന്ന്. കേട്ടോ, ഞാൻ ആ പേരൊക്കെ വിട്ടെന്നേ. നമ്മൾ ആ അപ്പം നമ്മൾ ഈ ഗ്രൂപ്പിനെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ വിഷയത്തിലേക്ക് കടക്കാൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അഗസ്റ്റിൻ പാംബ്ലാനിയുടെ സ്ഥിരമായി പോകുന്ന അയാളെ മോഡർ ചെയ്യുകയും അയാൾ ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയും ചെയ്യുന്ന ഓസ്ട്രേലിയയിൽ ജീവിക്കുന്ന സിബി സക്കറിയ എന്ന് പറയുന്ന സിഹി എന്ന് ക്ലബ് ഹൗസിൽ പറയുന്ന ഇന്നലെയും കഴിഞ്ഞ ദിവസത്തെ റൂമിലും മോഡറേറ്ററായിരുന്ന അഗസ്റ്റിൻ പാംബ്ലാനിയും ഈ വ്യക്തിയും മോഡറേറ്ററായിരുന്ന ഇവൻ്റെ സംസ്കാരത്തിലെ ഒരു സാമ്പിൾ നിങ്ങളൊന്ന് കേട്ടു. നിന്നെ പോലെയുള്ള പനഭൂരിമം വന്നേക്കാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഇത് മാത്രമല്ല ഞാൻ ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാൻ അഗസ്റ്റിൻ പാംബ്ലാനിക്ക് അയച്ച ഒരു ലെറ്ററാണ്. നിങ്ങളെ ഞാൻ അല്ലെങ്കിൽ വാട്സപ്പിലൂടെ വിട്ട ഒരു മെസ്സേജാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം ഇത് കാണുമ്പോഴാണ് എന്തിനാണ് ഈ വീഡിയോയിലേക്ക് ഞാൻ വന്നത്, ഇത്ര ശക്തമായൊരു തീരുമാനം എടുക്കാൻ ഞാൻ ശക്തമായി പ്രാർത്ഥിച്ചു. ദൈവം എനിക്ക് ബോധ്യം തന്നതും കൂടെ നിങ്ങളോട് പറഞ്ഞു. ഞാൻ അഗസ്റ്റിൻ പാംബ്ലാനി അച്ഛൻ അയച്ച, കാരണം ഈ വ്യക്തി
ഇതുപോലെയുള്ള സഭാവിരുദ്ധവും YHWH എന്ന എൻറ്റിറ്റി പോലും പിശാചാണെന്ന് പഠിപ്പിക്കുകയും ഷിബു പീഡിക്കലിൻ്റെ ആശയങ്ങൾക്കൊക്കെ ഹോൾഡ് ചെയ്യുകയും വരത്തെറി പറയുകയും, ഇനി എനിക്ക് നിങ്ങളെ കേൾപ്പിക്കുന്നതിന് പരിമിതിയുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനൽ അത് കിടപ്പുണ്ട്. സിഫി സക്കറിയ അമ്മയെയും ഇവരെ വിമർശിക്കുന്നതിൻ്റെ പേരിൽ ശക്തമായ ഭാഷയിൽ സഭയ്ക്കെതിരെ പറയുമ്പോൾ ഇവർ വിമർശിക്കുന്നതിൻ്റെ പേരിൽ ഇവർ എൻ്റെ അമ്മയും എന്നെയൊക്കെ കൂട്ടി മാതൃഭോഗം വർണ്ണിക്കുന്നതൊക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ബോധം കെട്ട് താഴെ വീഴും. അത്ര മോശപ്പെട്ട രീതി. നമ്മൾ അമ്മയൊക്കെ കൂട്ടി തെറിയിക്കും, തായിയായും കൂട്ടിയൊക്കെ തെറി വിളിക്കും. എന്നാൽ ഇതങ്ങനെയൊന്നുമല്ല. ഒരു ബ്ലൂ ഫിലിം വർണ്ണിക്കുന്നത് പോലെ വർണ്ണിച്ച് തെറി പറയുന്ന ഇവൻ്റെയൊക്കെ സംസ്കാരത്തിൽ ഇവൻ്റെയൊക്കെ കൂടെ പോയിരുന്ന് ഈ അഗസ്റ്റിൻ പാംപ്ലാനി സ്വന്തം തിരുവസ്ത്രത്തെയും കത്തോലിക്ക സഭ ഇയാൾക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തെയും അപമാനിച്ചുകൊണ്ട് സകല വൈദികർക്കും ബിഷപ്പുമാർക്കും കത്തോലിക്ക സഭയ്ക്കും ലിറ്റിൽ ഫോർ കോൺഗ്രിഗേഷനും ഒക്കെ ഒരു ശാപമായി കൊണ്ടിരിക്കുകയാണ് എന്ന ദുഃഖകരമായ സത്യം പ്രിയപ്പെട്ട ലിറ്റിൽ ഫോർ സഭയിലെ നല്ലവരായ വൈദികരെ, ബഹുമാനപ്പെട്ട ജോസഫ് പാംപ്ലാനി പിതാവെ, തട്ടിൽ പിതാവെ, KCBCയിലെ പിതാക്കന്മാരെ, കത്തോലിക്ക വൈദികരെ നിങ്ങൾ അറിയണമെന്ന് ഞാൻ പറയുകയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു വീഡിയോ അച്ഛൻ ഇതറിഞ്ഞു. ഇവൻ്റെ ഈ ഗ്രൂപ്പിൽ പോയിട്ടിരുന്ന് മെറ്റാഫിസിക്സും ഫിലോസഫിയും ഒക്കെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ഗ്രൂപ്പിൽ പോകരുത്, ഇവർ തികച്ചും സഭാവിരുദ്ധരാണെന്നും ഷിബു പീഡിക്കലിനെ പോലുള്ള ആളുകൾക്കൊക്കെ ഭയങ്കര പ്രൊമോഷൻ നൽകുകയും സഭയുടെ ആശയങ്ങൾക്ക് വിരുദ്ധമായി, സഭാ ഡോക്മകൾക്ക് വിരുദ്ധമായി പൈശാചികമായ ഷിബു ഒക്കെ പറയുന്ന പോലെയുള്ള ആശയങ്ങൾ കത്തോലിക്ക വിശ്വാസമാണെന്നും പറഞ്ഞ് വിശ്വാസികളെ പഠിപ്പിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് നിരന്തരമായ പ്രചരണത്തിലൂടെ ദൈവത്തിൻ്റെ കൃപയാലും ദൈവസഹായത്താലും ഇവരെ എക്സ്പോസ് ചെയ്യാനും ഇവരിലേക്ക് ആക്സസ് കുറയുകയും ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇവർ ശ്രമിക്കുന്നത് വീണ്ടും ഇവർക്ക് നഷ്ടപ്പെട്ടു പോയ ക്രെഡിബിലിറ്റി വൈദികരെയും വലിയ ആളുകളെയൊക്കെ കൊണ്ടുവന്നുകൊണ്ട് തിരിച്ചു പിടിക്കുകയും അങ്ങനെ ഇവരിലേക്ക് വീണ്ടും കത്തോലിക്ക വിശ്വാസികളെ ആകർഷിക്കാനും ഇവരുടെ തെറ്റായ ആശയങ്ങൾ ഷിബുവിനെ പോലുള്ള ആളുകളെ വിളിച്ചിരുത്തിയും ഇവർ നേരിട്ടും പല രീതിയിലും കൊടുക്കാനും ഒക്കെയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതറിയാവുന്നത് കൊണ്ട് തന്നെ കുറച്ചൊക്കെ തെറ്റായ ഡോക്മകളൊക്കെ പഠിപ്പിക്കുന്ന ആളാണെങ്കിലും ഒരു കത്തോലിക്ക വൈദികനല്ല എന്ന് വിചാരിച്ച് ഇവരുമായിട്ട് സഹകരിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാട്സപ്പിലൊരു മെസ്സേജ് അദ്ദേഹത്തിന് അയച്ചു. ഞാൻ വായിച്ച് കേൾപ്പിക്കാം. കത്തോലിക്ക സഭയെ പ്രിയപ്പെട്ട കത്തോലിക്ക സഭയെ സ്നേഹിക്കുന്ന അത് ഞാൻ KCBCക്ക് അയച്ചതാണ്, ഇത് അച്ഛൻ അയച്ചത് ഞാൻ കാണിച്ചു തരാം. ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ പാംപ്ലാനി അച്ഛ, ഞാൻ ടിസൺ തോമസ്, താങ്കൾക്ക് സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ഒരു കത്തോലിക്ക വിശ്വാസി എന്ന നിലയിൽ മുന്നറിയിപ്പ് തരാൻ ആണ് ഈ മെസ്സേജ് അയക്കുന്നത്. ഡിസ്കഷൻ ലോഞ്ച് എന്ന ക്ലബ് ഹൗസ് നടത്തുന്ന കത്തോലിക്കർ എന്ന് അവകാശപ്പെട്ട് തികച്ചും കത്തോലിക്ക ഡോമുകൾക്കെതിരെ പ്രചരണം നടത്തുന്നവരും യഹോവ പിശാചാണെന്നും ഒക്കെ ചെയ്യുന്ന ഷിബു പീഡിക്കലിൻ്റെയും കൂട്ടാളികളുടെയും സപ്പോർട്ടേഴ്സും സ്ഥിരം സുഹൃത്തുക്കളും ഒക്കെയായ അവർ ഒരു കത്തോലിക്ക വൈദികൻ അവരെ തിരുത്തുക എന്ന ഉദ്ദേശത്തോടെ അല്ലാതെ ഒരു കാരണവശാലും അവരുമായി സഹകരിക്കാൻ പാടുള്ളതല്ല എന്ന നിലപാട് എനിക്കുണ്ട്. അച്ഛൻ ഇന്ന് അവരുമായി സഹകരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു. അച്ഛൻ്റെ ക്രെഡിബിലിറ്റിയെയും തകർക്കുന്ന ഒരു പ്രവൃത്തിയായിരിക്കും അത് എന്ന് ഞാൻ മുന്നറിയിപ്പ് തരുന്നു. ഇതോടൊപ്പം ചില തെളിവുകൾ ഞാൻ ഷെയർ ചെയ്യുന്നു. അച്ഛൻ വെളിച്ചദൂതൻ്റെ വേഷത്തിൽ സഭയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ആളുകളോട് കൂട്ടുചേർന്ന സഭയിലെ യൂദാസായി താങ്കളെ കണ്ടുകൊണ്ട് അതിശക്തമായ രീതിയിൽ ദൈവത്തിൽ ആശ്രയിച്ച് താങ്കൾക്കത് തുടർച്ചയായി സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കേണ്ടി വരുമെന്ന് ദുഃഖത്തോടെ അറിയിക്കട്ടെ. ഞാൻ അച്ഛന് മുന്നറിയിപ്പ് കൊടുത്തു. ദൈവം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൊടുക്കണമെന്ന് വ്യക്തമായ ബോധ്യം തന്നുകൊണ്ടാണ് ചെയ്തത്. അതിനുശേഷം ഇത് നിങ്ങൾ ഈ കാണുന്നത് ഈ സിഫി സക്കറിയായിരുന്നവർ അമ്മയും പെങ്ങളെയും തിരിച്ചറിയ ക്രിസ്തീയ നാമധാരികളെ തിരിച്ചറിയ എന്ന് പറഞ്ഞുകൊണ്ട് സിഫി സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ഇതുപോലെ വൃത്തികേട് നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാനിത് നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ യൂട്യൂബ് ചാനലിൽ പോയി കാണാൻ പറ്റും. നിങ്ങൾ ഒരു 50 വയസ്സുള്ള വൈദികനാണെങ്കിൽ ഒരു കത്തോലിക്ക വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഇതുപോലത്തെ ഒരു വൃത്തികേട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകില്ല. ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. ഇത്രയും വൾഗറായ രീതിയിൽ സംസാരിക്കുന്ന വെറും തെറിയല്ല, ഇത്രയും വൾഗറായ രീതിയിൽ ഒരു വ്യക്തിക്കെതിരെ സംസാരിക്കുന്ന ആർക്കെതിരെയുമാണ് സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാനത് എൻ്റെ ഭാവം കൂടെ ചേർത്തിട്ടാണ് പറഞ്ഞത്. അതിനിടയിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ അഡ്രസ് ഇത് ഞാൻ പുള്ളിക്ക് അയച്ചു കൊടുത്തു. പരസ്യം വരുന്നു. അപ്പം നിങ്ങളത് കേട്ടാൽ മതി, നിങ്ങൾക്ക് താല്പര്യമുള്ളവർ. അത്രമാത്രം വൃത്തികേടാണ്. അതിനുശേഷം
പുതിയ നിയമത്തിലെ കർത്താവെന്ന് ഇവർ ജെയ്സോസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ ഇവരുടെ ഒരു നേതാവ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇങ്ങനെ നിരവധി വീഡിയോകൾ, നിങ്ങൾ ഈ വീഡിയോകളെല്ലാം എൻ്റെ യൂട്യൂബ് ചാനലിൽ പോയാൽ കാണാൻ പറ്റും. ബൈബിൾ ചന്തി തുടയ്ക്കുന്നത് ഇത് ഷിബു പീഡിക്കൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ പ്രയോഗമാണ്. നിങ്ങൾ കേട്ടോളൂ. ഈ സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത് ആ ഒരു സംഭവം അത്യന്തം വികസിത രാഷ്ട്രങ്ങളിൽ പോലും വന്നിട്ടില്ല. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഈ പെണ്ണുങ്ങളെ അങ്ങ് അടിമകളാക്കുകയാണ്. അത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നുണ്ട്. എന്നാ കോണത്തില്ല ബൈബിള് കൂടെ എന്നാ ബൈബിള് ഈ പെണ്ണുങ്ങളെ അല്ല കോണത്തിലൊരു ബൈബിളും. സജി ബ്രദറെ, ബൈബിൾ എന്നൊരു വാക്കിന് മിണ്ടി പോകരുത് പറഞ്ഞേക്കാം. അതെ അതെ, ബൈബിൾ എന്നൊരു വാക്ക് വേണ്ടി പോയത് കീറി കക്കൂത്തിലിട്ട് ഫ്ലഷ് അടിച്ചു വിടാനുള്ള സാധനമാണ്. ഇതാരെങ്കിലും എടുത്തോണ്ടോ എടുത്തോണ്ട് പോട്ടെ. അല്ലെങ്കിൽ കൊള്ളുന്ന കാര്യമില്ല. ഈ പെണ്ണുങ്ങളെ ഈ സ്ത്രീകളെ എന്തിനാ ഇങ്ങനെ അടിമകളാക്കുന്നത്? അവര് മനുഷ്യരല്ലേ? ഈ സ്ത്രീകൾക്ക് വിമോചനം നൽകിയ ഏറ്റവും വലിയ വിപ്ലവ നേതാവ് എന്ന് പറഞ്ഞ കർത്താവ് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു വന്നിട്ട് അത് യേശുവിന്റെ ശിഷ്യന്മാര് അപരാധിപന്മാര് ചെയ്തില്ലല്ലോ. അതല്ലേ എന്റെ കുഴപ്പം. കർത്താവാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, ഇതാണ് ഷിബു പീഡിക്കൽ. അപ്പം ഈ ഷിബു പീഡിക്കലിൻ്റെ ഒരു കടുത്ത അനുയായിയാണ് ഈ പറയുന്നത്. നിങ്ങൾ ഈ കാണുന്ന ഈ എം ആർ മോസ്റ്റ് എന്ന് പറയുന്ന ആൾ. ഇതുകൊണ്ടോ മെറ്റാഫിസിക്സ് വിത്ത് ഫെയ്ത്ത്, ബിഗിൻ ഫിലോസഫി ആൻഡ് ബിലീഫ് എന്ന് പറഞ്ഞുകൊണ്ട് അഗസ്റ്റിൻ പാംബ്ലാനി സംസാരിക്കുന്ന ആ റൂമിൻ്റെ തുടക്കത്തിൽ ഈ എം ആർ മോസ്റ്റും ബിനോയിയും ഈ നിരീശ്വരവാദിയായ ദ്യാമിയും മോഡാണ്. ഇത് റൂം ഇടുന്നത് ഇവരാണ്. അതിനുശേഷം അഗസ്റ്റിൻ പാംബ്ലാനി വന്നതിന് ശേഷം എം ആർ മോസ്റ്റ് എന്ന് പറയുന്ന ഇവൻ്റെ പേരതല്ല, ഈ ക്ലബ് ഹൗസ് ഐഡിയിലിരിക്കുന്ന ഈ വ്യക്തി താഴെ പോയിട്ട് മോളിൽ കയറി ആ പ്രോഗ്രാം നടക്കുന്ന ഫുൾ ടൈം ഈ വ്യക്തി ഈ മോളിൽ ഇരിപ്പുണ്ട്. പക്ഷെ എന്തല്ല, അയാൾ മോഡ് സ്ഥാനം മാറിയിട്ട് ഇവരുടെ കൂട്ടത്തിലിരുന്നു. അപ്പോൾ ഇത് തുടങ്ങുന്നത് നിങ്ങളിപ്പോൾ ഈ ക്ലിപ്പിൽ കാണുന്ന ബിനോയി, എം ആർ മോസ്റ്റ്, ദ്യാമി എന്ന് പറയുന്ന നിരീശ്വരവാദി, സിഫി സക്കറിയാനോ എന്ന് പറയുന്ന നിങ്ങൾ ഈ പരത്തെറിയൊക്കെ പറയുന്നത് കേട്ട ഇവരാണ് ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്ത മുൻകൈ എടുത്ത ആളുകൾ. പിന്നെ ആദമുണ്ട്. ഈ ഡിസ്കഷൻ ലോഞ്ച് എന്ന ഇവരെ ഈ ഡിസ്കഷൻ ലോഞ്ചിൻ്റെ ഒരു നേതൃത്വം എല്ലാം സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്. കുറേ ബാക്കിയുള്ള ആളുകൾ അങ്ങനെ സംസാരിക്കൊന്നുമില്ല. അപ്പോൾ ഇവരാണ് ഈ ഗ്രൂപ്പ്, ആദം, സിഫി സക്കറിയാനോ. അപ്പോൾ ഇത് കൃത്യമായി മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, നമ്മുടെ അച്ഛന് ഈ മെസ്സേജ് വിട്ടത്. അതിന് സാമ്പിളായിട്ട് നിരവധി വീഡിയോകൾ, തെളിവുകളായിട്ട് നിരവധി വീഡിയോകൾ ഞാനിവിടെ അയച്ചു. നിരവധി വീഡിയോകൾ സാമ്പിളായിട്ട്, ഇത് ഇത്രയൊന്നുമല്ല, യൂട്യൂബിൽ ഇഷ്ടം പോലെയുണ്ട്. എൻ്റെ കമ്പ്യൂട്ടറിൽ ആയിരക്കണക്കിന് തെളിവുകൾ, മണിക്കൂറുകൾ, ഒരു 5-6 മണിക്കൂർ ക്ലബ് ഹൗസിൽ ഇരുത്തി ദൈവം നിന്ന് നടത്തുന്നതും കത്തോലിക്ക വിശ്വാസമാണെന്ന് പറയുന്ന വ്യാജം പറയുന്നതുമായി ഇതെല്ലാം ഞാൻ അയച്ചു. ഈ പ്രോഗ്രാമിന് മുമ്പ്, ഒരു ദിവസം മുമ്പോ അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് മുമ്പോ വന്നു. പക്ഷേ ഈ അഗസ്റ്റിൻ പാംബ്ലാനിക്ക് ഇതൊന്നും വിഷയമല്ല. ഇയാൾ എന്ത് ചെയ്തു, ഇതൊന്നും പിശാചാണെന്ന വിഷയമല്ല. ഇയാൾ ഇതെല്ലാം അയച്ചു. അത് ബ്ലൂടിക്കായി ഇദ്ദേഹം എൻ്റെ ഈ മെസ്സേജ് വായിച്ചു. ഇനി വീഡിയോ കണ്ടെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. മെസ്സേജ് വായിച്ചു. ഇത്രയും മെസ്സേജ് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനകത്ത് ഞാനേയല്ല പറയേണ്ടത്, തെളിവുകളാണ് ഞാൻ ആ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത്. ചില വീഡിയോകളൊക്കെ ഞാനേ ഇല്ല, അവരുടെ സംഭാഷണമാണ്. ഇതുപോലെ ദൈവം നിന്നാണ് കത്തോലിക്ക വിരുദ്ധം നടത്തുന്ന ഒരു ഗ്രൂപ്പിൽ പോയിരുന്ന് മെറ്റാഫിസിക്സിന് കാണും. ഈ ഗ്രൂപ്പിനെ തിരുത്തുകയല്ല, അത് ഏതൊരു വൈദികനും പാവികളെ തേടിപ്പോകാം. സഹോദരന്മാരെ, നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ല, ഇതല്ല അതിൻ്റെ വഴി, കത്തോലിക്ക വിശ്വാസം അതല്ല എന്നൊക്കെ പറയാൻ പോവല്ല ചെയ്യുന്നത്. ആ ഗ്രൂപ്പിൻ്റെ സ്റ്റേജ് പിശാച് കെട്ടിക്കൊടുത്ത വേദിയിലിരുന്ന് കത്തോലിക്ക മെറ്റാഫിസിക്സ് പഠിപ്പിക്കുന്നു. കേട്ടോളൂ. സ്വതന്ത്ര ബുദ്ധിയുള്ളവനായിട്ടും സ്വതന്ത്ര ചിന്തയുള്ളവൻ അഥവാ ഇച്ഛാശക്തിയുള്ളവനായിട്ടും അവനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഫ്രീഡത്തിന്റെ അർത്ഥം. കണ്ടോ, ഇവിടെ ബിനോയ്, ജോജോ, അഗസ്റ്റിൻ പാംബ്ലാനി, ചിറ്റനാപ്പള്ളി, ഡാമി, റെജീന, ഏറ്റവും വലിയ പൈശാചികതയുള്ള ഒരു ഷിബു പീഡിക്കൽ അനിയാണ്. ഇപ്പം കത്തോലിക്ക സഭയിലേക്ക് സ്നാനപ്പെട്ടെന്നാണ് പറയുന്നത്. ആദം പച്ചയ്ക്ക് നിരീശ്വരവാദം പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതിൻ്റെ താഴെക്കൊട്ടൊക്കെ ആളുകളുണ്ട്.
അപ്പോൾ ഇതുപോലെ ദൈവനിന്ദ നടത്തുന്ന ഒരു ഗ്രൂപ്പിൻ്റെ പാർട്ടായി മാറിയ ഈ വൈദികൻ ഇനി ഈ വ്യക്തിയിൽ നിന്ന് പച്ചയായ കത്തോലിക്ക സഭയുടെ സത്യം പുറത്തേക്ക് വന്നാലും നല്ല വൃക്ഷത്തിൽ നിന്നേ നല്ല ഫലം വരുവുള്ളൂ, ചീത്ത വൃക്ഷത്തിൽ നിന്ന് ഒരിക്കലും നല്ല ഫലം വരില്ല എന്ന വിശുദ്ധ ബൈബിളിൻ്റെ യേശുക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൻ്റെ കണ്ണൂടെ നേയാൽ സ്വർണ്ണമുരുക്കി നമ്മുടെ കന്നാലും അത് കൊടിയ വിഷയമായിരിക്കും അഗസ്റ്റിൻ പാംബ്ലാനിയുടെ വായിൽ നിന്ന് വരുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അല്ലെങ്കിൽ ഇതുപോലെ പരസ്യമായും വ്യക്തമായും കത്തോലിക്കരാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് സഭയുടെ വിശ്വാസത്തിനെതിരെ പച്ചയായ വൃത്തികേട് പറയുന്ന ഇത് നിരന്തരമായി 4-5 വർഷമായിട്ട് അല്ലെങ്കിൽ ക്ലബ്ബ് തുടങ്ങിയ നിരന്തരമായി 24 hours റൂം നടത്തിക്കൊണ്ട് സഭാവിരുദ്ധമായ ആശയങ്ങൾ സഭയുടെ ക്രിസ്ത്യാനിറ്റിയുടെ തന്നെ അടിത്തറയെ ഇളക്കി കളയുന്ന ആശയങ്ങൾ പറയുകയും അതിനുവേണ്ടി നിരന്തരമായി ഗോറിയസ് ഗോസ്പൽ എന്ന പ്രസ്ഥാനം ഉണ്ടാക്കി കുറേ ശിഷ്യന്മാരെയൊക്കെ ഷിബു പീഡിക്കലിനെയും അയാളുടെ ശിഷ്യന്മാരെയൊക്കെ കൂട്ടിയിരുത്തി നിരന്തരമായി പ്രോഗ്രാമുകൾ നടത്തുന്ന ഈ ഗ്രൂപ്പിൻ്റെ കൂടെ പോയിരുന്ന് ഇനി കത്തോലിക്ക സഭയുടെ സത്യസന്ധമായ സുവിശേഷം പറഞ്ഞാൽ പോലും അയാൾ ചെയ്യുന്നത്, അയാൾ പോയതിനു ശേഷം ഇവരുടെ ഗ്രൂപ്പിൻ്റെ ഞങ്ങളെപ്പോലെയുള്ള ആളുകളുടെ ശക്തമായ ഇടപെടലിലൂടെ ദൈവം ഞങ്ങളെ ഉപയോഗിച്ചതിലൂടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ട് ആളുകൾ ഇവരെ തിരിച്ചറിഞ്ഞ് കത്തോലിക്കരായ ആളുകളൊന്നും ഇവരിലേക്ക് പോകാതായപ്പോൾ ദുർബലരായ കത്തോലിക്കരെ തെറ്റിദ്ധരിപ്പിക്കാനും അഗസ്റ്റിൻ പാംബ്ലാനി കണ്ടോ കത്തോലിക്ക സഭയിലെ പ്രമുഖനായ അഗസ്റ്റിൻ പാംബ്ലാനി അച്ഛനാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ ആകർഷിച്ച് വീണ്ടും പൈശാചികത നൽകാനുമാണ് ശ്രമിച്ചത്. എൻ്റെ ചോദ്യം, ഈ അഗസ്റ്റിൻ പാംബ്ലാനി വിശ്വസിക്കുന്നത് ഇത് തന്നെയാണോ? ആദവും അവയും ഹിസ്റ്റോറിക്കൽ പേഴ്സൺ അല്ല എന്ന് പബ്ലിക്കായിട്ട് ഒരു മടിയും കൂടാതെ പറയുന്നവൻ, കത്തോലിക്ക സഭയുടെ ജന്മഭാവത്തെക്കുറിച്ചുള്ള ഡോഗ്മാറ്റിക് തിയോളജിയെ തള്ളുന്ന വ്യക്തി, ബാബിലോൺ പ്രവാസകാലത്ത് യഹൂദർക്ക് യഹോവയിലുള്ള വിശ്വാസം നിലനിർത്താൻ വേണ്ടി യഹൂദ റബിമാർ അന്നത്തെ നാടോടി കഥയിൽ നിന്ന് ഉണ്ടാക്കിയതാണ്, വെറും മിത്തായ കഥകളിൽ നിന്ന് ഉണ്ടാക്കിയതാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ 1 മുതൽ 7 വരെ അധ്യായങ്ങളെന്ന് പഠിപ്പിക്കുന്ന ഈ വൈദികൻ യഥാർത്ഥത്തിൽ കത്തോലിക്ക വിശ്വാസിയാണോ? നശിച്ചുപോയ ഒരു യൂദാസാണ്. കത്തോലിക്ക സഭയുടെ വൈദികൻ എന്ന നിലയിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് സഭയ്ക്കുള്ളിൽ പൈശാചികതയുടെ ലിബറൽ തിയോളജിയുടെ വിഷം കലർത്തുന്ന ഒരു കടുത്ത പിശാചാണോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ട പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഇനി അങ്ങോട്ട് ഇദ്ദേഹത്തിന്റെ ഓരോ പോയിന്റുകളും ഇഴകീറി പരിശോധിച്ചുകൊണ്ട് നിരവധി വീഡിയോകൾ ഞാൻ ചെയ്യും. കാരണം ഇയാളെ കൃത്യമായി തിരിച്ചറിയപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. അതിന്റെ പേരിൽ എൻ്റെ ജീവിതത്തിൽ എന്ത് നഷ്ടം വന്നാലും ക്രിസ്തു ക്രൂശിൽ കയറിയത് പോലെ രക്തസാക്ഷ്യം വഹിക്കുന്നതായി ഞാൻ കരുതും. അഗസ്റ്റിൻ ജോസഫ് പാംബ്ലാനി പിതാവ് പറയാണ് ഇയാളെ നിയന്ത്രിക്കേണ്ടതാണ്. ഇയാളെ ശരിക്കും പറഞ്ഞാൽ കത്തോലിക്ക സഭയുടെ പൗരോഹിത്യത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് തിരുത്തി മടങ്ങി വരാൻ തയ്യാറ്, പരസ്യമായി ക്ഷമ പറഞ്ഞ് മടങ്ങി വരാൻ കൊണ്ടൊരു വ്യക്തിയാണ് ഇയാൾ ഈ പറയുന്ന വ്യക്തി നിസ്സാരക്കാരനൊന്നുമല്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഞാൻ നിങ്ങളെ ഇതാണ് ഈ തിന്മ അവസാന കാലങ്ങളിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് കണ്ടോ, ഇദ്ദേഹം ഡബ്ലിൻ സിറ്റി യൂണിവേഴ്സിറ്റിയിലൊക്കെ വലിയ പ്രൊഫസറാണ്. അതായത് ഇത് ഡബ്ലിൻ സിറ്റി യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ ഡോക്ടർ അഗസ്റ്റിൻ പാംബ്ലാനിയെ കുറിച്ച് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. Augustine is presently director of the Institute of Science and Religion of Little Flower Seminary, okay, Alua. He obtained his MSc from Madras University. എന്തൊക്കെ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിരിക്കുകയാണ്. അപ്പം ഇത് 6ഓളം പുസ്തകങ്ങൾ എഴുതിയെന്നൊക്കെ പറഞ്ഞ് വളരെ DUSU ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എത്തിക്സിൻ്റെ വിസിറ്റിംഗ് പ്രൊഫസറാണ് ഇയാൾ. ഇവിടെ മാത്രമല്ല പല യൂണിവേഴ്സിറ്റികളിലുമുണ്ട്. ഇത് കത്തോലിക്ക വൈദികനായതുകൊണ്ടല്ല, സെക്കുലർ വേർഡിൽ എന്താണ് ലിബറൽ തിയോളജിയൻസ് പലതരത്തിലുള്ള ആളുകളുണ്ടാവും. പക്ഷെ ഒരു കത്തോലിക്ക വൈദികൻ, തിരുവസ്ത്രം ധരിക്കുന്ന ഒരു കത്തോലിക്ക വൈദികൻ ഞാൻ വലിയ സ്കോളറാണ്, ഞാൻ വലിയ പണ്ഡിതനാണ്, ഞാൻ ഡോക്ടറേറ്റാണ്, ഞാൻ അതാണ് ഇതാണെന്നല്ല, സഭയുടെ വിശ്വാസം വിശ്വാസികളെ പഠിപ്പിക്കാനും കൂദാശകൾ വിശ്വാസികൾക്ക് നൽകാനും വേണ്ടിയാണ് കത്തോലിക്ക വൈദികന് പൗരോഹിത്യം നൽകിയിരിക്കുന്നത്. മെറ്റാഫിസിക്സ് പഠിക്കാനോ ഫിലോസഫി പഠിപ്പിക്കാനോ അല്ലെങ്കിൽ സെക്കുലർ വേർഡിലുള്ള ചർച്ചകളുടെ പാർട്ടായിട്ട് പഠിപ്പിക്കാനോ അല്ല. ഇയാൾ കത്തോലിക്ക സഭയുടെ പഠനമാണെന്നും പറഞ്ഞ് കത്തോലിക്ക സഭയുടെ ഡോക്മകൾക്കും കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പമാരൊക്കെ ചാക്രയിലും കൂടെ നിരന്തരമായി എതിർത്തുകൊണ്ടിരിക്കുന്ന ആശയങ്ങളും സഭയുടെ ആശയമാണെന്ന് പറഞ്ഞ് വിശ്വാസികളെ തൻ്റെ സെക്കുലർ വേർഡിലുള്ള സ്ഥാനവും പാണ്ഡിത്യവും ഒക്കെ ഉപയോഗിച്ച് വഴിതെറ്റിക്കുകയാണ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിന് ഇതൊക്കെ ചെയ്യാം. ആദ്യം തിരുവസ്ത്രമൂഴി പുറത്തു പോവുക.
കത്തോലിക്ക വിശ്വാസം ഇയാൾ കത്തോലിക്ക വിശ്വാസി, ഒരു കേവല വിശ്വാസി ആയിരിക്കാൻ പോലും യോഗ്യനല്ല. കത്തോലിക്ക വിശ്വാസം ഉപേക്ഷിച്ചിട്ട് പുറത്തു പോയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. കത്തോലിക്ക വിശ്വാസിയാണ്, എന്നാൽ കത്തോലിക്ക സഭയുടെ ഡോക്മ വിശ്വസിക്കുന്നില്ല. കത്തോലിക്ക വൈദികനാണ്, കത്തോലിക്ക സഭയുടെ ഡോക്മയും കത്തോലിക്ക തിയോളജിയും പഠിപ്പിക്കാൻ മാർപ്പാപ്പയുടെയും സഭയോടും ചേർന്ന് പഠിപ്പിക്കേണ്ടവൻ സഭാവിരുദ്ധമായ ആശയങ്ങൾ കത്തോലിക്ക വിജ്ഞാനം പറയുന്നു, കത്തോലിക്ക എൻസൈക്ലോപീഡിയ പഠിപ്പിക്കുന്നു പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഡിസ്കഷൻ ലോഞ്ച് പോലെയുള്ള സ്വന്തം പേരും അഡ്രസ്സും പോലെയുള്ള പല തെറി പറയുന്ന സംസ്കാരശൂന്യര ആളുകളുടെയും ശുഭു മെഡിക്കലിന്റെ കൂടെ ഇരുന്ന് അവരുടെ ആശയങ്ങൾക്ക് കൊട പിടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ചിന്തിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ വീഡിയോ ആമുഖ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വളരെ സൂക്ഷ്മതയോടെ എത്രമാത്രം അപകടകാരിയാണ് ഫാദർ അഗസ്റ്റിൻ പാംപ്ലാനി എന്ന് ഓരോ കത്തോലിക്ക വിശ്വാസികളിലേക്കും എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. സർവശക്തനായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോയിലൂടെ ഞാൻ കത്തോലിക്ക വിശ്വാസികൾക്കും പൊതുസമൂഹത്തിനും അഗസ്റ്റിൻ പാംപ്ലാനി അച്ഛനെക്കുറിച്ച് നൽകാൻ ഉദ്ദേശിച്ച ദൈവം ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ എന്ന് പരിശുദ്ധാത്മാവിനോടും പുത്രനായ ദൈവത്തോടും പിതാവായ ദൈവത്തോടും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സകല വിശുദ്ധരുടെയും സകല മാലാഖമാരുടെയും മധ്യസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. അഗസ്റ്റിൻ പാംപ്ലാനിക്ക് തൻ്റെ തെറ്റുകൾ തിരിച്ചറിയുവാനും മാനസാന്തരപ്പെട്ട് നിന്റെ പാപം കടും ചുമപ്പാണെങ്കിലും അത് മഞ്ഞുപോലെ വെണ്മയുള്ളവനാക്കുമെന്ന് പറഞ്ഞ ആ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ആശ്രയിച്ച് തൻ്റെ തെറ്റുകൾ തിരുത്തി തൻ്റെ ഈ അഹങ്കാരവും ധാർഷ്ട്യവും തൻ്റെ പാണ്ഡിത്യം ദൈവം നൽകിയ താലന്തിലൂടെ തനിക്ക് ലഭിച്ച പാണ്ഡിത്യവും ഒന്നുമല്ല, എളിമയും അനുസരണവും സഭയോടുള്ള വിധേയത്വമൊക്കെയാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയുടെ അനുസരണയുള്ളവർ ഭാഗ്യം എന്ന് അവർ ദൈവത്തെ കാണും. അല്ലാതെ രണ്ടാമത് ഇയാൾ പിന്നെയും പറയുന്ന കാര്യമുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് ഇയാളുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഓരോ വിഷയം പറയുമ്പോഴും കത്തോലിക്ക സഭയുടെ ഡോക്മയെ വയലേറ്റ് ചെയ്ത് ഇയാൾ സംസാരിക്കും. അപ്പോൾ പുള്ളിയോട് ചോദിച്ചു, അച്ഛാ താങ്കൾ ഈ കത്തോലിക്ക സഭയുടെ ഈ എല്ലാ ഡോക്മകളും രണ്ടാമത്തെ കൗൺസിലോട് സഭ ഇതിനെയെല്ലാം തള്ളി. ഏത് 2000 വർഷത്തെ അപ്പസ്തോലിക ഉപദേശത്തിന്റെ ഭാഗമായി വന്ന ഡോക്മകളെ രണ്ടാം വത്തിക്കാൻ കൗൺസിലൂടെ തള്ളി എന്ന വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടാണ് ഇയാൾ ഇതെല്ലാം പറയുന്നത്. സഭയുടെ കൗൺസിലിനെ ചാരി ഇയാൾ ഇതൊരു വ്യക്തിയല്ല കേട്ടോ. അഗസ്റ്റിൻ പാംപ്ലാനി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ കരുതരുത്. ഇതുപോലെ ഇപ്പം അനേകം ലോകവ്യാപകമായി സഭയ്ക്കുള്ളിൽ ദൈവശാസ്ത്രജ്ഞന്മാരുടെയും ഒരു ഗ്യാങ് ഉണ്ട്. സഭയുടെ പൊന്തിപ്പിക്കൽ സെമിനാരിയിൽ പോലും ഈ ഗ്രൂപ്പിൻ്റെ വലിയ സ്വാധീനമുണ്ടെന്നാണ് എനിക്ക് കൃത്യമായ ബോധ്യം അവിടെ പഠിക്കുന്ന ആളുകളിലൂടെ പോലും ലഭിച്ചിട്ടുണ്ട്. ഈ പോരാട്ടം നമ്മൾ തുടരും. നമുക്ക് ഇത്തരം വിഷയങ്ങളിൽ ദൈവം നയിക്കുന്നതനുസരിച്ച് ചർച്ച ചെയ്യാം. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു.